പോക്കോയുടെ പോക്കോ F2 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F2 Proയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പോക്കോ F2 Pro വരുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 92.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് എക്സ്പീരിയൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. അതുപോലെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സും. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓട്ടോ ബ്രൈറ്റ്നസ് എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് 316 ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ എന്നുള്ള ഒരു ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെ കൂടെ നമുക്ക് 256GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. പിന്നെ 6GB റാമിൻ്റെ വെർഷനിൽ നമുക്ക് LPDDR4Xൻ്റെ റാമാണ് ലഭിക്കുന്നത്. എന്നാൽ 8GB റാമിൻ്റെ വെർഷനിൽ നമുക്ക് LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ലഭിക്കുന്നുണ്ട്. ഫോണ് പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂൾ ടെക്നോളജി 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. വലിയൊരു വേപ്പർ ചേമ്പർ വരുന്നുണ്ട്. പിന്നെ മൾട്ടി ലെയർ ഗ്രാഫൈറ്റും അതുപോലെ ഗ്രാഫീനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് TUV റെയിലൻറ്റിൻ്റെ ഹൈ ഗെയിമിംഗ് പെർഫോമൻസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിം കളിക്കുമ്പോഴും അതുപോലെ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ല വൈബ്രേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് Z ആക്സിസ് ലീനിയർ മോട്ടോർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ബ്ലൂടൂത്ത് 5.1ഉം അതുപോലെ Wi-Fi 6ഉം ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 11 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് പോക്കോ ലോഞ്ചറും ലഭിക്കുന്നുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.89 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX686ൻ്റെ സെൻസറാണ്. സെൻസറിൻ്റെ സൈസ് വരുന്നത് 1/1.7 ഇഞ്ചാണ്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ടെലി മാക്രോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ നാലാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് സ്റ്റഡി എന്നുള്ള ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഫോണിൻ്റെ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലും സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും NFC എന്നുള്ള ഫീച്ചറും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4700 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 63 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. Type C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 499 യൂറോസ് ആണ്. അതായത് ഏകദേശം 40,000 രൂപ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇതേ ഫോൺ റെഡ്മി K30 Pro എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ പോക്കോ F2 Pro എന്നുള്ള ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി K30 Pro എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. ഇന്ത്യയിൽ റെഡ്മി K30 Pro എന്ന പേരിൽ തന്നെ ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ വില ഇത്ര അധികം വരാൻ ചാൻസ് ഇല്ല. കാരണം സാധാരണ ആപ്പിളിൻ്റെ ഐഫോണിന് വെച്ചിട്ട് ബാക്കി എല്ലാ ഫോണുകൾക്കും യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും വില കൂടുതലാണ്.
പിന്നെ റെഡ്മി K30 Pro എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തത് ഏകദേശം 31,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോണിൻ്റെ വില 33,000-ൻ്റെയും അതുപോലെ തന്നെ 35,000-ൻ്റെയും ഇടയിലായിട്ടാണ്. പിന്നെ റെഡ്മി K30 Pro എന്ന ഫോണിൻ്റെ കൂടെ ഇന്ത്യയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറയുമായിട്ട് വരുന്ന റെഡ്മി K30 Pro സൂം എഡിഷൻ എന്നുള്ള ഫോണും കൂടി ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. റെഡ്മി K30 Pro സൂം എഡിഷനിൽ മെയിൻ സെൻസറിൽ നമുക്ക് OISൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ 5 മെഗാ പിക്സലിൻ്റെ ടെലി മാക്രോ ലെൻസിന് പകരം നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ ടെലി ഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ലെൻസിലും OIS സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് Poco F2 Pro വരുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഫോൺ റെഡ്മി K30 Pro എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം ഏത് പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നുള്ളതാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.